ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു നമ്പർ പാലിൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കൊരു വേർഡ് തന്നിട്ടുണ്ട്, മലയാളം എന്ന് പറയുന്ന വേർഡ്. ഇതിൽ ഓരോ ക്യാരക്ടറും ഞാനൊരു അറയിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അറയുടെ 0th പൊസിഷനിൽ എം എന്ന് പറയുന്ന ക്യാരക്ടർ, 1 എന്ന് പറയുന്ന പൊസിഷനിൽ എ എന്ന് പറയുന്ന ക്യാരക്ടർ, അതുപോലെ ഓരോ ക്യാരക്ടറും ഞാൻ അറയിലെ ഓരോ പൊസിഷനിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. ഇനി ഒരു വേർഡ് പാലിൻഡ്രോം ആണെങ്കിൽ അതിലെ ഫസ്റ്റ് ക്യാരക്ടറും ലാസ്റ്റ് ക്യാരക്ടറും സെയിം ആയിരിക്കും. അതേപോലെ തന്നെ സെക്കൻഡ് ക്യാരക്ടറും സെക്കൻഡ് ലാസ്റ്റ് ക്യാരക്ടറും സെയിം ആയിരിക്കും. അതേപോലെ തേർഡ് ക്യാരക്ടറും തേർഡ് ലാസ്റ്റ് ക്യാരക്ടറും സെയിം ആയിരിക്കും. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ അറേനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പകുതിയാക്കും. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിള് നമ്മൾ അറേയുടെ ഫസ്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുവന്ന് വയ്ക്കും. എന്ന് പറയുന്ന ഒരു വേരിയബിള് നമ്മൾ അറേയുടെ ലാസ്റ്റ് പൊസിഷനിൽ കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ ലെഫ്റ്റ് നിൽക്കുന്ന പൊസിഷനിലുള്ള വാല്യൂവും റൈറ്റ് നിൽക്കുന്ന പൊസിഷനിലുള്ള വാല്യൂവും സെയിം ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ ലെഫ്റ്റ് നിൽക്കുന്ന പൊസിഷനിലെ വാല്യൂ എന്ന് പറയുന്നത് എം ആണ്, റൈറ്റ് നിൽക്കുന്ന പൊസിഷനിലെ വാല്യൂ എന്ന് പറയുന്നത് എം ആണ്. സോ ഇത് രണ്ടും സെയിം ആണ്. ഇത് രണ്ടും സെയിം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിനെ അടുത്ത പൊസിഷനിലോട്ട് മൂവ് ചെയ്ത് വെക്കും, റൈറ്റ് എന്ന് പറയുന്ന വേരിയബിളിനെ അടുത്ത പൊസിഷനിലോട്ട് നമ്മൾ മൂവ് ചെയ്ത് വെക്കും. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യും ഈ രണ്ട് പൊസിഷനിലുള്ള വാല്യൂസ് സെയിം ആണോ. സോ എ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, എന്ന് പറയുന്ന പൊസിഷൻ്റെ അവിടെ എ എന്ന് പറയുന്ന വാല്യൂ, ഇത് രണ്ട് സെയിം ആണ്. സോ നമ്മൾ നെക്സ്റ്റ് വാല്യൂലോട്ട് ലെഫ്റ്റിനെ മൂവ് ചെയ്യും, അടുത്ത വാല്യൂലോട്ട് റൈറ്റിനെ മൂവ് ചെയ്യും. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും ഈ രണ്ട് പൊസിഷനിലുള്ള വാല്യൂ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇത് രണ്ടും സെയിം ആണ്. നമ്മൾ അടുത്ത വാല്യൂലോട്ട് മൂവ് ചെയ്യും, റൈറ്റ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ അടുത്ത വാല്യൂലോട്ട് മൂവ് ചെയ്യും. സോ ഈ ഒരു കേസിൽ നമ്മൾ ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ആഡ് ചെയ്താണ് കൊണ്ടുവരുന്നത്, റൈറ്റ് എന്ന് പറയുന്ന വേരിയബിൾ കുറച്ചാണ് കൊണ്ടുവരുന്നത്. സോ ഈ രണ്ട് പൊസിഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പം നമ്മൾ എ എന്ന് പറയുന്ന വാല്യൂ ആണ് ഈ രണ്ട് പൊസിഷനിലുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് ഈ ലെഫ്റ്റ് എന്ന് പറയുന്നതും റൈറ്റ് എന്ന് പറയുന്നതും അടുത്ത പൊസിഷനിലോട്ട് കൊണ്ടുവരാൻ ആണ് ചെയ്യുന്നത്. സോ ഈ രണ്ട് പൊസിഷനിൽ ഇത് സെയിം ആണ്. സോ ഇത്രയും നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ വാല്യൂസ് നമ്മൾ ലെഫ്റ്റും റൈറ്റും നിന്ന പൊസിഷനിലെല്ലാം സെയിം ആണെങ്കിൽ നമുക്ക് ഈ ഒരു വേർഡ് എന്ന് പറയുന്നത് പാലിൻഡ്രോം ആണെന്ന് പറയാം. സോ വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. സോ നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട് 1375254431. ഈ നമ്പർ ഒരു പാലിൻഡ്രോം ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നമ്മൾ ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഈ അറേയുടെ ഫസ്റ്റ് പൊസിഷനിൽ വെച്ചു, റൈറ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഈ അറേയുടെ ലാസ്റ്റ് പൊസിഷനിൽ വെച്ചു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും ഈ രണ്ട് പൊസിഷനിലുള്ള വാല്യൂസ് സെയിം ആണോ. സോ കറൻ്റ്ലി ഈ രണ്ട് വാല്യൂസ് സെയിം ആണ്. സോ ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ അടുത്ത പൊസിഷനിലേക്ക് മൂവ് ചെയ്യും, റൈറ്റ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ അടുത്ത പൊസിഷനിലോട്ട് മൂവ് ചെയ്യും. സോ ഈ രണ്ട് പൊസിഷനിലുള്ള വാല്യൂ സെയിം ആണ്. സോ ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ അടുത്ത വാല്യൂലോട്ട് മൂവ് ചെയ്യും, റൈറ്റ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ അടുത്ത വാല്യൂലോട്ട് മൂവ് ചെയ്യും. സോ ഈ കേസിൽ ഈ രണ്ട് വാല്യൂസും ഡിഫറെൻ്റ് ആണ് വന്നിട്ടുള്ളത്. സോ ഈ നമ്പർ എന്ന് പറയുന്നത് ഒരു പാലിൻഡ്രോം അല്ല എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇതിൽ അടുത്ത വാല്യൂലോട്ട് മൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഈ രണ്ട് വാല്യൂം ഡിഫറെൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ നമ്പർ എന്ന് പറയുന്നത് പാലിൻഡ്രോം അല്ല എന്ന് നമുക്ക് പറയാം. സോ അതാണ് പാലിൻഡ്രോം എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള മെത്തേഡ്. സോ താങ്ക് യു ഗൈസ്.